മൂന്നാഴ്ചയിലധികമായി തിരുവനന്തപുരത്ത് F-35 വിമാനമുണ്ട്. പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ അതിനെ പിടിച്ചിട്ടിരിക്കുന്നു, പിന്നീട് അതിന് സാങ്കേതിക തകരാറുണ്ട്. യഥാർത്ഥ കഥ എന്താണ്? യഥാർത്ഥത വളരെ സിമ്പിളാണ്. അത് ഇന്ത്യ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലുണ്ട്. അത് ഈ നേവിയുടെ വിമാനവാഹിനി കപ്പലുകളും അതുപോലെ അന്തർവാഹിനികളൊക്കെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് യുദ്ധം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. യുദ്ധം പൊതുവെ ഇപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ അത് ബലിജറുണ്ടായി നിലനിർത്തണം. അതിൻ്റെ ഭാഗം ഇതിങ്ങനെ വോയാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ത്യൻ നേവിയിലുണ്ടായിരുന്നു. അത് മറ്റേ ടോർപിഡോ ഡിവിഷൻ ഉണ്ടായിരുന്നു, സബ്മറൈൻ. അപ്പോൾ അവൻ്റെ വീട്ടുകാരെ കഴിഞ്ഞാൽ അവൻ കൊച്ചിയിലായിരുന്നു. അവൻ കൊച്ചിയിലായിരുന്നില്ല ആ സമയത്തൊന്നും. അവൻ ദുബായിൻ്റെ അടുത്ത കടലിൽ അടി കിടക്കുകയായിരുന്നു. അങ്ങനെയാണത്. അപ്പോൾ അവിടെ വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായ സമയത്ത് ഇതിന് തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ സ്റ്റെൽത്ത് വിമാനത്തിൽ ഏതോ പ്രശ്നമുണ്ട്. എസ്പെഷ്യലി ഇത് ഭയങ്കര എന്താ പറയുക, വളരെ സെൻസിറ്റീവായ ടെക്നോളജിയാണത്. അപ്പം അമേരിക്കയുടെ ഈ പ്രിഡേറ്റർ F-22 ഉണ്ട്. അല്ല, ഈ കടലാതിർത്തിയോട് സമീപം പറന്നുയർന്നപ്പോൾ ഇന്ത്യയുടെ റഡാറിൽ പതിയുകയും പിന്നീട് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റഡാറിന് ഇതിനെ എന്താ പറയുക, ഇതിനെ ഫങ്ഷൻ ഇല്ലാതാക്കാനും ഡിഫങ്ക്റ്റ് ആക്കാനും പറ്റില്ല. റഡാറിനെ നോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ, പറ്റുന്നുണ്ടെങ്കിൽ തന്നെ. അത് ഈ പൊതുവേ ഈ പരിശീലന പറക്കണ്ടൊന്നും ഇങ്ങനെ പോകുന്ന സമയത്ത് പൊതുവേ അവർ ഈ സ്റ്റെൽത്ത് മോഡ് ഓൺ ചെയ്യാറില്ല. സ്റ്റെൽത്ത് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ റഡാറിൽ കിട്ടാതെ പോകും. പിന്നെ വളരെ ചെറിയൊരു പൊട്ട് പോലെ തോന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇവർ തിരിച്ച് ആ കപ്പലിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ ലാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള എയർപോർട്ട് ഏതാണെന്ന് നോക്കി അവിടെയാണ് നമ്മൾ തിരുവനന്തപുരത്തും അവർ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് എല്ലാം തന്നെ ഡിഫങ്ക്റ്റ് ആവും. അപ്പോൾ ഡിഫങ്ക്റ്റ് ആക്കുന്നതല്ല, കാരണം എങ്കിൽ മാത്രമാണ് നമ്മളെ റഡാറുകൾക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിനെ ഇവിടെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കാണാത്ത വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അത് വന്നത്. അത് ഇവിടെ എന്തോ വലിയൊരു ആഘോഷം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവരും എക്സ്പേർട്ടുകളാണ്. ഞാനതിന് മിണ്ടാതിരിക്കണം എന്ന് ചോദിച്ചാൽ ഓരോരോ സാധനം കണ്ട് ഇവരുടെ ഈ റഡാർ കൊണ്ട് ക്ലിപ്പിട്ട് ഇങ്ങ് പിടിക്കുക. എന്നാൽ പാകിസ്ഥാൻ്റെ വിമാനം അതിനോട് ഇതിലേക്ക് നമ്മളെ ഈ എന്താണ് കച്ച അതിർത്തിയിലൂടെ ചിലപ്പം പോകാറുണ്ട്. കാരണം ഏരിയൽ ഈ പറയുന്നതിനുമായി ടെറിട്ടറി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ അങ്ങോട്ടും കൂടെ കേൾക്കും. അതെല്ലാം ക്ലിപ്പ് ചെയ്ത് കുടിച്ചുകൂടും. വേറെ കോമഡി ഒന്നല്ല, ഇനി ഇന്ത്യ വിമാനം മേടിക്കേണ്ടതില്ല. F-35 എല്ലാ സാങ്കേതിക വിദ്യയും എങ്ങനെ മനസ്സിലാക്കാൻ, നിങ്ങൾ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പണ്ടല്ലേ നമ്മളെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ബോയ്സ് സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അത് വിമൻസ് സ്കൂളിൻ്റെ ഗേൾസ് സ്കൂൾ. ഓരോരുത്തന്മാരിങ്ങനെ പെമ്പിള്ളേരെ പോയി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു. ഞാൻ ഇടത്തൊക്കെ പോയി നോക്കി, അതൊരു സുഖമാണ്. അതേപോലെ ഇങ്ങനെ നോക്കിക്കാൻ പറ്റുമെന്നല്ലാതെ അല്ലാതെ ഇതിപ്പം 3D ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. ഇതൊരു സാങ്കേതിക വിദ്യ കൈക്കലാക്കി. ഇത് എന്തെന്നാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ 3 ആഴ്ച കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അത് അത് അതിൻ്റെ ടെക്നിക്ക്. ഒന്ന്, ഒരു യുദ്ധവിമാനം അത് എത്ര ഫ്രണ്ട്ലി നാഷൻ്റെതാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ കാരണങ്ങൾ ശരിയാണോ, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. രണ്ട്, അതിന് ടെക്നിക്കൽ സ്നാഗ് ഉണ്ട്. ടെക്നിക്കലായിട്ട് ഇത് വളരെ സെൻസിറ്റീവാണ് ഈ ഇത്തരം വിമാനങ്ങൾ. അത് ആ ഒരു ലിമിറ്റഡ് പീരീഡ് നന്നായി പെർഫോം ചെയ്യുമെന്നല്ലാതെ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടു. പക്ഷേ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഞാൻ F-22 റാപ്റ്ററിനെ പറ്റി, പ്രിഡേറ്ററല്ല റാപ്റ്ററിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് 5th ജനറേഷനിലെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള വിമാനം. അത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ, ആർക്കും കൊടുത്തിട്ടില്ല അവർ. അതിന് പോലും കേട്ടിട്ടുള്ളത് അമേരിക്കൻ ന്യൂസ് ബേസ് ചെയ്തിട്ട് മഴവെള്ളം കൊണ്ടാണ് അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി പോയി പോകുന്നത്. അതുകൊണ്ടാണ് ഈ വിമാനങ്ങളൊക്കെ നിർത്തി വെക്കണമെന്ന് പറയാൻ ഭയങ്കര ചിലവാണ് ഉണ്ടാക്കുക. അമേരിക്ക വലിയ പ്രക്ഷോഭം നടന്നതാണ്, ഭയങ്കര പായ്ച്ചിലവാണ്. കാരണം വെച്ചാൽ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി തോന്നു, അതിൻ്റെ പുറത്തുള്ള പോളിഷ് ഇളകിപ്പോകും. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ വേറൊരു കാര്യം അതിനെപ്പറ്റി ഇതിൻ്റെ പ്രശ്നം, ഇത് ആകാശത്ത് പറക്കുമ്പോൾ അതും അമേരിക്കൻ ജേർണൽസാണ് ഞാൻ വായിച്ചത്. ഈ വിമാനങ്ങൾ പൊതുവെ മറ്റ് വിമാനങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നും, ഏതാണ്ട് ഒറ്റപ്പെട്ട രീതിയിലാണ്. അപ്പം അങ്ങനെ വിമാനത്തെ നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് പിടിക്കുന്നത് എന്തെന്ന് ഈ പറയുന്നത്. ഈ അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് പിടിക്കാനുള്ളതാണ് റഡാർ. റഡാർ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. അത് സ്റ്റെൽത്ത് മോഡ് അവർ ഓഫാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പം ഒറ്റ വിമാനം പോലെ തന്നെയാണ്. ഇപ്പോൾ സാറ് ചിന്തിക്കുന്നത് ഇതൊരു സാങ്കേതിക തകരാറ് കൊണ്ട് ഇവിടെ ഇറക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പക്ഷേ അത് കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞു, എന്നിട്ട് എന്തുകൊണ്ട് അവർക്കൊരു പ്രൊസീജിയർ ഉണ്ടാവില്ലേ ഇതിനെ കൊണ്ടുപോകാം? അതെന്താ ഇത് ഒരു കാറിന് ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ നീ നോക്കുക എന്തൊക്കെ പ്രൊസീജിയറാണ് എടുത്ത് ഗാരേജിലേക്ക് മാറ്റണമെങ്കിൽ. ഇൻഷുറൻസുകാർ വരണം, നോക്കണം. ഇത് 1000 കോടി ഒറ്റ വിലയുള്ള വിമാനമാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ. അപ്പം നാറ്റോ വഴി ബ്രിട്ടനാണ് വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ലോക്കീഡ് മാർട്ടിനാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. സ്വാഭാവികമായിട്ടും കോടിക്കണക്കിന് രൂപ വിലയുള്ള കാര്യങ്ങളായ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ ഉണ്ടാവും.
എന്നിട്ട് അവർ ഇതിപ്പോൾ നമ്മുടെ ഒരു ആങ്കറിലേക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവർ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ഇളക്കി മാറ്റാൻ ശ്രമിച്ചു. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് വീഴാതാൻ പറ്റും. അവർ ഡിഫൻഡ് അവർ പൊട്ടിച്ച് കളയും വിമാനം. അങ്ങനെ സ്വിച്ച് അവർ വെച്ചിട്ടുണ്ടോ അതിൽ. അപ്പം ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫ് സീരീസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണോ അമേരിക്കയ്ക്ക്? ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ട്. ലോകരാജ്യങ്ങളും വലിയ രീതിയിൽ മേടിക്കുന്നില്ല. അത് ഇവർ കൊടുക്കാന്ന് പറയുന്ന ആളുകൾ മേടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അപ്പുറത്ത് യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും യുദ്ധം ഉണ്ടാകുന്ന രീതിയിൽ ചിലവുണ്ടാവും. അപ്പോൾ അതാണ് നാം പാകിസ്ഥാനിൽ കണ്ടതല്ലേ? പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യ തകർത്തതായി പറയുന്നു. ഇപ്പോൾ ആ സാങ്കേതിക തകരാറുകൾ എന്തായിരിക്കും അത് പറ്റുക? എന്തായിരിക്കും അത്? ആയുധ മേഖലയിലും ഈ വിമാന കച്ചവടത്തിലും വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അല്ല, അമേരിക്ക ഓൾറെഡി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അമേരിക്കന് വലിയ മിഷണറീസ് ഒക്കെ ആണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആ ഒരു മിഷണറീസിന്റെ വിപണിയിലേക്ക് ചൈന സിമ്പിൾ മിഷണറീസ് ആയത്, വില കുറഞ്ഞ എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിമ്പിൾ മിഷണറീസ് ആയിട്ട് വന്നു. അവിടെ അവർക്ക് മാഷിൻടോഷ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഇല്ലേ, ഈ ഫാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അതൊക്കെ അമേരിക്കയുടെ കമ്പനികളാണ്. അവിടെ ഇതിനൊക്കെ പകരം ചൈന വന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു പേഴ്സൺ അമേരിക്കൻ ഇക്കോണമി ഈ മിഷണറീസുമായിട്ട് ബന്ധപ്പെട്ട് അത് യുദ്ധ ഉപകരണങ്ങളെല്ലാം വിടും അവർ നേരിടുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുത്തിപ്പൊക്കി പല സ്ഥലത്തും യുദ്ധം ഉണ്ടാക്കി നോക്കുന്നത്, ആരെങ്കിലും മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ F-22 ബോയിങ് അല്ല, ലോക്കീഡ് മാർട്ടിന് ബാധ്യതയായിട്ടുള്ള വിമാനമാണ്. അവർക്ക് ആ ഒരു ലാഭത്തിലേക്ക് പോയി എത്തിയിട്ടില്ല. അല്ല, അപ്പോൾ ഈ എഫ് സീരീസുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അവകാശവാദങ്ങളെല്ലാം പൂർണ്ണമായി തെറ്റാണോ? അപ്പോൾ അല്ല, വിമാന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്, നല്ല സിറ്റുവേഷൻ അവയർനെസ് ഉണ്ട്, അജയിലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പ്രശ്നം ചിലവ് വളരെ കൂടുതലാണ്. അല്ല, ഇപ്പോൾ സാങ്കേതിക തകരാറും സാങ്കേതിക തകരാറ് എന്തിനാണ് ഇല്ലാത്തത്? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോളോ വാഹനങ്ങൾ സയൻറ്റിഫിക് പ്രശ്നം, ഈ ടെക്നിക്കൽ സ്നാഗ് ഉണ്ടായിട്ടില്ലേ, അതൊക്കെ സംഭവിക്കും, മനുഷ്യനുണ്ടാക്കുന്നതല്ലേ. അതോടൊപ്പം തന്നെ ഈ റഫേലുമായി ബന്ധപ്പെട്ടും അവർ ഒരു ഭാഗത്ത് വലിയ കച്ചവടം അവർ കച്ചവടം നടത്തുന്നു. അതുകൊണ്ടാണ് റഫേൽ വീണ് എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക തിരിച്ചു ധരിക്കുന്നത്. ഇപ്പം ഈ F-35 ലാൻഡ് ചെയ്തപ്പോൾ സമയത്ത് ഫ്രാൻസുകാർ തിരിച്ച് ഇതിനെ കളിയാക്കുന്നു. അപ്പോൾ ഒരു വിമാനം നമ്മൾ കേടായി കഴിഞ്ഞാൽ നന്നാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഒരു യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ അത് സെൻസിറ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഓടിക്കും, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ വണ്ടി വെള്ളക്കെട്ടിലൂടെയൊക്കെ കൂളായി പോകും. അത് പഴയ ജനറേഷനിൽപ്പെട്ട കാറാണ്. പക്ഷേ ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട കാറുണ്ടല്ലോ, ഫെരാരി പോലുള്ള വണ്ടി ഓടിക്കാറുണ്ട്, അതിന് മൊത്തം സെൻസറാണ്. ചിലപ്പോൾ വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ട് വണ്ടി ഓഫായി പോകും. കേരള ടൂറിസം മുതൽ ഫ്രാൻസ് വരെ ഈ വിമാനത്തെ കളിയാക്കുന്നതായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കയുടെ ഇത് വാങ്ങാനുള്ള മാർക്കറ്റ് ഇടിയുകയല്ലേ ഇപ്പോൾ ആൾക്കാർ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ജനങ്ങൾ ഇപ്പോൾ നീ F-22 റാപ്റ്റർ മേടിക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങൾ വഴി അവരിതൊക്കെ പഠിച്ചതിന് ശേഷം ടീമിനെ വെക്കും. വരാത്തോടെ എങ്ങനെ സാധനം മേടിക്കുന്നത്? ഏറ്റവും എക്സ്പെർട്ടുകളുടെ ടീമുണ്ട്, ആ ടീമിനെ വെച്ചിട്ടാണ് മേടിക്കുക. അവർ ഈ പറയുന്നതൊന്നും നോക്കിയിട്ട് അതൊക്കെ വെറുതെ ഇതിൽ അഭിരമിക്കുക. ന്യൂസ് കണ്ടിട്ട് പിന്നെ ഓട്ടോറിക്ഷയൊക്കെ സൈഡാക്കി കൊള്ളാം, ഒന്ന് ഓട്ടോറിക്ഷ മേടിക്കുന്ന സാധനമാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ മീഡിയ വലിയ വർഷമാക്കുന്നു. മീഡിയക്ക് ഇതൊക്കെ വെച്ചാലല്ലേ നാട്ടുകാർ കാണും. ഈ നാട്ടുകാർ സാധാരണക്കാർ, അവന് ഇതിനെപ്പറ്റി ധാരണയില്ല. ഈ തീരുമാനം എടുക്കുന്ന എക്സ്പേർട്ടുകൾ അവർ ഈ മീഡിയ നോക്കാതെ ഇല്ല. ഞാൻ പല എക്സ്പേർട്ടുകളെ കണ്ടു, പല വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം. അത് നിങ്ങളുടെ അഭിപ്രായം വിളിച്ചിപ്പം ഓരോരുത്തരെ വിളിച്ചിട്ട് പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പറയും, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ ലോകത്ത് അങ്ങനെ വീഴാത്ത വിമാനങ്ങളൊന്നുമില്ല. വിമാനങ്ങളൊക്കെ വീഴും, അതിനൊക്കെ ടെക്നിക്കലായ സ്നാഗ് ഉണ്ടാകും. അങ്ങനെ സ്നാഗ് അതിന് സംഭവിച്ചത്രേ. ഇനി അമേരിക്ക അത് എന്താ പറ്റിയെന്ന് നോക്കി പരിശോധിച്ചിട്ട് അത് ആ ഫോൾട്ട് അവർ അഡ്രസ്സ് ചെയ്തിട്ട് പുതിയ വിമാനമാവും. മനസ്സിലായി? ഈ വിമാനം അത് ഓട്ടോറിക്ഷ വെക്കുമ്പോൾ വെക്കാനുള്ള സാധനമല്ല, വലിയ ചിലവുള്ള കാരണമാണ്. ഇപ്പം തന്നെ ഈ ഡ്രീം ലൈൻ ഇതുവരെ അത് ബ്രേക്ക് ഈവൺ ആയിട്ടില്ല, ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ഈവൺ ആണ്, ഇനി എനിക്ക് കുറച്ച് 500 വിമാനത്തിൽ വെക്കണം. ഇതാണ് എൻ്റെ സ്ഥിതി. ഇതൊക്കെ അമേരിക്കൻ ജേർണലുകളുള്ളതാണ്. വേറെ എന്തെങ്കിലും ഗൂഗിൾ തോണ്ടിക്കൊണ്ടു അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷേ നമ്മൾ റിസർച്ച് ചെയ്യുമ്പം ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എളുപ്പത്തിൽ ലാഭത്തിലാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ നിങ്ങളാരെയും പറയുന്നത് കേട്ട ആളുകൾ ഇത് മേടിക്കാതിരിക്കുകയില്ല. ഇപ്പോൾ തുർക്കി എന്ന് മേടിച്ചെന്ന് വെച്ചാൽ മതി, അത് തുർക്കിക്ക് കൊടുക്കില്ല. അവർ F-35 തുർക്കിക്ക് കൊടുത്തില്ല. ഇന്ത്യ മേടിക്കാത്ത വെച്ചാൽ നമുക്കതുകൊണ്ട് അങ്ങനെ വലിയൊരു കാര്യമില്ല. അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ അവർ നമ്മൾ ഭയങ്കര സഖ്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.